എടി ഷഫീനെ നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനൊന്ന് നോക്കി തന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറെ മരവാഴകളില്ലേ, അവര് കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരവാഴകളില്ലേ, അവര് കാണരുട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോയും കാണത്തില്ല. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള രണ്ടുപേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോയില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറിന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണു വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ രേണുസുതിയെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രേണുസുതിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് ആരെങ്കിലും ചൊറിയണം, ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കെട്ടണം. അതാണ് ഇവരുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പൊ വേണ്ടിതാ ഷഫീന മേഡത്തിനെ തെറി വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവർ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിയുടെ ഒരു റിപ്ലൈ. അതായത് പുള്ളിക്കാരിക്ക് ആരെങ്കിലും ചൊറിയണം, ബിഷപ്പിനെ ചൊറിയണം, ഇല്ലെ ഫിറോസിനെ ചൊറിയണം, അല്ലെ താജിനെ ചൊറിയണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നവരെ ചൊറിയണം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു വീഡിയോയും കാണത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പലപ്പോഴും നമ്മളോടൊക്കെ പറയാറുള്ളത്. എന്നാൽ പുള്ളിക്കാരി ഇന്നലെ ഈ പറയുന്ന ഷഫീന മേഡത്തിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊന്ന് കേട്ടെ. അതിന് തക്കതായിട്ടുള്ള മറുപടി പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് കേട്ടെ. എന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ്. എനക്കാൻ വയ്യ, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. പല്ലിന് ട്രീറ്റ്മെന്റ് കേട്ടോ, ഒന്നാലും പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പല്ലിന്നുള്ള പിടിയങ്ങോട്ട് വിട്ടിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് കുറച്ചിട്ട് തുടങ്ങും കേട്ടോ. പല്ലിന്റെ ട്രീറ്റ്മെന്റാ, ശരീരം മൊത്തം ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുക. ഇനി പല്ലൂടെ ഉണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ, അതുകൊണ്ട് പല്ല് ട്രീറ്റ്മെന്റ് ചെയ്തേക്കുവാ കേട്ടോ. പറ്റുന്നില്ല. എടി ഷഫീനെ നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനൊന്ന് നോക്കി തന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിങ്ങളൊക്കെ എന്തിന് വീഡിയോ ഇടുക? രേണു ഇതൊന്നും കാണത്തില്ല. നിങ്ങൾ വീഡിയോ ഇടുന്നത് വെറുതെ, രേണു കാണുമെന്ന് പ്രതീക്ഷിച്ചൊന്നും നിങ്ങൾ ഇടണ്ട. പക്ഷെ എല്ലാ വീഡിയോയുടെയും കാര്യം, കണ്ടന്റും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇതൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി കരീഷ്മ വല്ല അയച്ചു തന്നിട്ട് കണ്ടാണെന്നൊന്നും അറിയത്തില്ല. ഷഫീന മേഡത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടതുപോലാണ് പുള്ളിക്കാരി മറുപടി കൊടുക്കുന്നത്. എന്തായാലും ഇതൊന്നും കാണത്തില്ലെന്നാ പറയണേ. പക്ഷെ എല്ലാം കുത്തിയിരുന്ന് പുള്ളിക്കാരി കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ല എങ്കിൽ എങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പറ്റും? ചുമ്മാ അങ്ങ് തള്ളല, തള്ളി താഴെ വീണാലും അവിടെ കിടന്ന് അങ്ങ് തള്ളും. അതാണ് പുള്ളിക്കാരിയുടെ ഒരു ഇത്. ഓക്കെ, ബാക്കി കേട്ടു. നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറെ മരവാഴകളില്ലേ, അവര് കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരവാഴകളില്ലേ, അവര് കാണരുട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ, നീ ഇട്ടോണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടോണ്ടിരിക്കും ഷഫീന, കേട്ടോടി. നിന്നെ എടിയും തന്നെ വിളിക്കുന്നു, നീ എന്നെ എടിയെന്നല്ലേ വിളിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു മക്കളെ. ഇട്ട് ഈ പറയുന്ന എന്താ പറയാ, ഷഫീന മേഡത്തിനെ അങ്ങ് അടിച്ച് താഴ്ത്തി ഇട്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ടതാ. എന്നാൽ എന്ത് ചെയ്യാനാ, ഇതിന് താക്കതായിട്ടുള്ള ഒരു മറുപടി പുള്ളിക്കാരി ഞാൻ കൊടുത്തില്ലയോ? ഇവരാരോടാ കളിച്ചത്? ആ ഷഫീന മേഡത്തിനോട്. പുള്ളിക്കാരി വിട്ടു കൊടുക്കുവോ? പുള്ളിക്കാരി അങ്ങ് കാറ്റി കൊടുത്തു. നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ പുള്ളിക്കാരിയുടെ ചാനലിൽ പോയി കണ്ടോ. അങ്ങനത്തെ ഒരു കൊടുപ്പാ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറഞ്ഞു പോയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കൊടുക്കേണ്ടത് നല്ല പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നാ തോന്നുന്നു. ഇതുവരെ വസ്തു കൊടുത്ത് ബിഷപ്പിനെ ആയിരുന്നു ഞോണ്ടിക്കൊണ്ടിരുന്നത്. ബിഷപ്പിനെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബിഷപ്പാമ്പെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ലീഗൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ ലീഗൽ നോട്ടീസ് കിട്ടിയതുമല്ല, പുള്ളിക്കാരി ബിഷപ്പിനെതിരെ വേറൊരു ലീഗൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിൻ്റെ അകത്ത് ബിഷപ്പിന് എന്തോ ദുരുദ്ദേശമുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് വക്കീൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബിന്ദു അമ്മണി ചേച്ചിയാ. പുള്ളിക്കാരിയെ വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത്. അത് ഇവർക്ക് തന്നെ ഒരു പാരയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ബിന്ദു അമ്മണി ഇവരെ കൊടുക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു കുടുക്കലാണ് കുടുക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ബിഷപ്പിന്റെ വക്കീല് ഇവരുടെ വക്കീലിനെ വിളിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് രേണു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല.
ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിഷപ്പും ബിഷപ്പിന്റെ വക്കീലും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2 കോടിയുടെ മാനനഷ്ട കേസിനാണ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കെട്ടും, എങ്ങനെ അത് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ ഇനി രേണു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറെ കൂടെ എക്സ്പോസ് ആയിട്ടുള്ള കേരളം കത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ രേണു ചെയ്തേ പറ്റൂ. രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ കേരളം കത്തിക്കാൻ പോവാന്നെന്ന്. താമസിക്കാതെ കേരളം കത്തും. അത് വേണം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കത്തും മക്കളെ, കത്തും. ആ രീതിക്കായിരിക്കും പുള്ളിക്കാരി കത്തിക്കാൻ പോകുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങളുണ്ട്, അങ്ങ് ദുബായിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേൾക്കാം, ഇതൊന്ന് കേട്ടു. നന്നായിട്ട് ഞെട്ടും. കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. മക്കളെ കത്തും, കേരളം കത്തും. എന്തോ ഒരു റൊമാൻസ് സീൻ ഉണ്ട് മക്കളെ, അത് കത്തും. തുണിയൊന്നും കാണത്തില്ലെന്നാ തോന്നുന്നത്. എന്തായാലും കത്തും മക്കളെ. അത് കാണാനായിട്ട് ആൾക്കാർ ഇനി ലീവ് എടുത്ത് വരെ ആൾക്കാർ അന്ന് റിലീസിന്റെ ദിവസം ഇരിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് അതുപോലെ ആൾക്കാർ കാത്തിരിക്കും. എന്റെ പൊന്നടാ കത്തിക്കും മക്കളെ, കത്തിക്കും. കേരളം കത്തിക്കാനുള്ള പ്ലാനിലാണ് രേണുസുതി ഉള്ളത്. എന്തായാലും രേണുസുതി പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, അല്ല എനിക്ക് വേണ്ടിയൊന്നുമല്ല, എല്ലാം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, പുള്ളിക്കാരി തന്നെ പറയുന്ന. ഒന്ന് കണ്ടുപോക്കി. കേട്ടല്ലോ നിങ്ങള്, പ്രേക്ഷകർക്ക് വേണ്ടി എന്തും ചെയ്യും. പ്രേക്ഷകർക്ക് എന്താണ് ആവശ്യം അതുപോലെ ഇവർ ചെയ്യും. മറ്റേ തമനയുടെ ഞാൻ ഈ ഫോട്ടോ കാണിക്കുക, എനിക്ക് പറയാൻ വയ്യ, എനിക്ക് നാണം. തമനയ്ക്ക് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇതുണ്ടെന്ന് കാണിക്കാൻ പുള്ളിക്കാരിയും ഇതുപോലൊക്കെ വെച്ചുകൊണ്ട് കാണിക്കും. അപ്പം എന്താണ്, കേരളം കത്തുന്ന രീതിയിലേക്ക് പുള്ളിക്കാരി കാണിക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ തമനയ്ക്കുള്ളത് പോലെ ആണോ അതോ മഞ്ജു വാര്യർക്ക് ഉള്ള ഗ്ലാമർ ഇവർക്കുണ്ടോ എന്നൊക്കെ പ്രേക്ഷകർ ചിന്തിക്കാം. പക്ഷെ അവരുള്ളതും വെച്ചുകൊണ്ട് അവർ കേരളം കത്തിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശാന്തിവിള ദിനേശേട്ടന് ഒരു കാര്യം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ മനസ്സിലാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടേക്കണം കേട്ടോ. എനിക്കിനി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാത്തോണ്ടാകണോ, അതോ ഇനി ശാന്തിവിള ചേട്ടന് മനസ്സിലാക്കാത്തോണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ദുബായി പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കി, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണിയെ ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നിർത്താൻ പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ്. ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇവിടെ ഇതുവരെ പറഞ്ഞത് ആരാന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ഇട്ടു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടു. ഇനിയുമാണ് പറയാൻ പോകുന്നത്. ഈ പറയുന്ന ആളെ കുറിച്ച് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. ഇത് ആരാണാവോ എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. സൗജന്യം ആര് കൊടുത്താലും അവരുടെ തന്തയ്ക്ക് വിളിക്കുമെന്നാ പറയണേ. അതാരാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരാളില്ലല്ലോ. ഉണ്ടോ? എന്തായാലും നിങ്ങൾ കേട്ട് നോക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. കേട്ടെ. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നത്, എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട്
ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണ് അത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ കൂടില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്രയാണ് കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ, ഒരലവലാതി. അപ്പൊ വീഡിയോയും സ്റ്റില്ലും ഒക്കെ കിട്ടാനായിട്ടുണ്ടോ? പൊന്നെ, അതൊക്കെ ഇനി പുറത്തു വരുമോ? എന്നാലും അത് ആരാണ്? ബാർ ഡാൻസ് എന്നൊക്കെ പറയുന്നു, ദുബായ് എന്ന് പറയുന്നു. എന്നാലും ഇത് ആരാണ്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ആരാ പ്രേക്ഷകരെ? ആരാ? നിങ്ങൾക്കറിയാവോ? എനിക്ക് എത്ര അങ്ങോട്ടും ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആരായിരിക്കും? ഈ ദിനേശ് ചേട്ടൻ പറഞ്ഞത് ആരെക്കുറിച്ചാ? പുള്ളിക്കാരൻ പിന്നെയും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്ന സ്റ്റില്ലും അതോടൊപ്പം തന്നെ വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഒന്നുകൂടി ഇടുമെന്നാ പറയണേ. അതുകൂടെ കേട്ടു നോക്ക്, എന്നാൽ അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, കേട്ടു നോക്ക്. കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ, ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫില് എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി. ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയും സ്റ്റില്ലും ഒക്കെ വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ അത് ഇടാമെന്നാ പറഞ്ഞേക്കണേ. എന്നാലും ആരാണപ്പാ? ദാനം കിട്ടിയവരെ ചവിട്ടി താക്കുന്നു, അതോടൊപ്പം തന്നെ ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നു, ദുബായ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ദുബായിൽ പോയി ജോലി ചെയ്യുന്നവരുടെ കാശ് അടിച്ച് ഇങ്ങനെ തട്ടിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴേ ഇതാരാണെന്ന് എനിക്കങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ ഇതാരാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ഇടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക്. സൗജന്യം ആര് തന്നാലും തന്തയ്ക്ക് വിളിക്കുന്ന ഒരാളാണ്. ആരാണ് ഈ സൗജന്യം കൊടുത്തവരുടെയൊക്കെ തന്തയ്ക്ക് വിളിച്ചത്? ആരാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ വേണം കമന്റ് ഇടാൻ. ഞാൻ നിങ്ങളെ കൊണ്ട് കമന്റ് ഇടിയിക്കും. ആഹാ, ഇന്ന് കാണട്ടെ. എന്തായാലും രേണുസുതി അവിടെ ഇവിടെയൊക്കെ പോയി എല്ലാവർക്കും ഇട്ട് തെറിവിളിയാണ്. ആർക്കൊക്കെ? ബിഷപ്പിനിട്ട് തെറിവിളിയാണ്, അതോടൊപ്പം തന്നെ താജിന്, ഫിറോസിന്, അതോടൊപ്പം തന്നെ ഇപ്പൊ ഷഫീന മേഡത്തിനെ വിടാതെ പിന്തുടർന്ന് തെറിവിളിയാണ്. അവരോട് പോയി കളിക്കുമ്പം കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ. അവർ നല്ല ഇത് തന്നെ വാപ്പസ് കൊടുക്കുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? എന്നാൽ അതല്ല. ഇപ്പോഴിതാ ബിഷപ്പിനെതിരെ വേറൊരു വക്കീല്, അവരുടെ ഏതോ ഒരു വക്കീല് ബിന്ദുമണി ചേച്ചിയെ കൊണ്ടാണ് വിട്ടിരിക്കുന്നത്. ആ വിട്ടിട്ട് എന്ത് പറ്റി? ഇപ്പം അതിനെക്കാട്ടിലും വലിയൊരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത് തിരിച്ച്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്നൊക്കെ പണ്ടുള്ളവർ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ എന്തോ ഇരുന്നെടുത്ത്, അതായത് ചുമ്മാതിരുന്നെടുത്ത് ചുണ്ണാമ്പിട്ട് കലക്കിയ രീതി പോലായി ഇപ്പോഴത്തെ അവസ്ഥ. ഈ പറയുന്ന ബിന്ദുവാമണിക്ക് സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കേസ് പോലും ബാധിച്ച് വിജയിച്ച ചരിത്രം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബിഷപ്പിനെതിരെ കളിക്കാൻ വേണ്ടി പുള്ളിക്കാരിയെ എടുത്തങ്ങോട്ട് ഇട്ടുകൊടുത്തത്. അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ അതെങ്ങനെ പോയി അവസാനിക്കുമെന്ന്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടുപിടിക്കുക. എല്ലാവർക്കും ബൈ.